ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ അഭിനയിക്കുന്ന ഹൃദയപൂർവ്വം ഇന്നലെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ഓണക്കാലത്ത് നല്ലൊരു ഫീൽ ഗുഡ് സിനിമ, അതായത് വീട്ടുകാരൊക്കെ ആയിട്ട് പോയി കുട്ടികളൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു അസൽ ഫീൽ ഗുഡ് സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഹൃദയപൂർവ്വം. കുറേ നാളുകൾക്ക് ശേഷം നല്ല രസമുള്ള എന്ന് പറഞ്ഞാൽ കുറേ ചിരിക്കാനുണ്ട്. ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിട്ട് പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു അത്ര എന്ന് പറഞ്ഞാൽ മഹത്തായ സിനിമ അങ്ങനെ ഒന്നും വാഗ്വാദം വയ്ക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ഇന്നതാണ് സംഗതി എന്ന് എക്സ്പെക്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നുമില്ല. സത്യൻ അന്തിക്കാടിൻ്റെ സിനിമ യൂഷ്വലി എങ്ങനെയാണോ അതേപോലെ വളരെ ഫീൽ ഗുഡായിട്ട് നല്ല ഇമോഷണൽ കണക്ഷനൊക്കെ തോന്നാൻ സാധ്യതയുള്ള ഒരു ഭയങ്കര ചിരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സിനിമ, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിലെടുത്തു പറയേണ്ടത് മോഹൻലാലിൻ്റെ കൂടെ സംഗീത് അഭിനയിച്ചിട്ടുണ്ട്, നമ്മുടെ അമൽ ഡേവിസ്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പുള്ളി ഉള്ള സീനുകളെല്ലാം തന്നെ കാലയ്ക്ക് പൊളിച്ചിട്ടുണ്ട്. തിയേറ്റർ മുഴുവൻ ചിരിയുടെ ബഹളമായിരുന്നു. ഫസ്റ്റ് ഹാഫ് അസാധ്യ ഫസ്റ്റ് ഹാഫാണ്. നല്ല എൻ്റർടൈനിങ് ആയിട്ട്, എന്നാൽ നമുക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോമഡിയും എല്ലാമാണ്. മോഹൻലാലിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഗംഭീരമായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു ഇമോഷണൽ ലൈൻ പിടിച്ചിട്ടുണ്ട്, നമ്മുടെ സ്ഥിരം സത്യൻ അന്തിക്കാട് സിനിമകൾ പോലെ തന്നെ. എന്നാൽ ഒട്ടും എന്താ പറയുക ഓവർ ദ ടോപ്പ് പോവാതെയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടൊരു പെട്ടെന്നൊരു സ്ലോ പേസ് ആവുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഒന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് തന്നെ സിനിമ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ 80% കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഒരു ഫീൽ ഗുഡായിട്ട് വളരെ നന്നായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഹൃദയപൂർവ്വം. പിന്നെ മ്യൂസിക് എടുത്ത് പറയേണ്ടതാണ്. പാട്ടാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാം വളരെ നന്നായിട്ട് പോയിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി ഈസ് ഓൾസോ ഗുഡ്. പക്ഷേ എടുത്തു നിൽക്കുന്നത് മോഹൻലാലിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും സംഗീതിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാമാണ്. പിന്നെ മാളവിക മോഹനൻ്റെ പെർഫോമൻസ് പറയുമ്പോഴത്തേക്ക് അത് ചില ഭാഗത്ത് നന്നായിട്ട് തോന്നി, ചില ഭാഗത്ത് കുറച്ചൊരു കല്ലുകടിയായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ബാക്കി എല്ലാ മൊമെൻറ്റ്സും ഇപ്പം വന്നിരിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാവരും വളരെ രീതിയിൽ, സിദ്ദിഖിൻ്റെ കുറച്ച് സീനുകളാണെങ്കിലും എല്ലാം ഗംഭീരമായിട്ടുണ്ട്. ജനാർദ്ദൻ സാറ് കുറേ നാളുകൾക്ക് ശേഷം ജനാർദ്ദൻ സാറിനെ കണ്ടു, അതും നല്ല സീനാണ്. ലാലു അലക്സ് ഉണ്ട്, നമ്മുടെ ചിന്താവിഷ്ടയ ശ്യാമളയിലുള്ള സംഗീതമുണ്ട്. അങ്ങനെ വളരെ നീറ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമ. എല്ലാവരും എടുത്തെടുത്ത് പെർഫോമൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു എല്ലാവരുമായിട്ട് കുടുംബത്തിൽ നിന്ന് എല്ലാവരും കൂടെ ഒരു സിനിമയ്ക്ക് പോകും, ഒരു ഓണത്തിന് ഒരു സിനിമ കാണണമല്ലോ, അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഹൃദയപൂർവ്വം എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ പോയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ, അതായത് ഫാമിലി ആയിട്ട് ചെന്ന് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒട്ടും ഒരു തരത്തിലും അതിഭീകരമായിട്ടുള്ള വയലൻസോ അങ്ങനത്തെ ഒന്നുമില്ല, ഡാർക്ക് ഷെയ്ഡ് ഒന്നുമില്ല. വളരെ നന്നായിട്ട് ഒരു പോസിറ്റീവ് സൈഡ് മാത്രം, ഒരു ഒപ്റ്റിമിസം ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു സിനിമയാണ് ഹൃദയപൂർവ്വം. പിന്നെ റൈറ്റിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ചില ഭാഗത്തൊക്കെ കുറച്ച് ഏത്തിസമൊക്കെ വന്നിട്ടുണ്ട്. ഗംഗാജലം അത് കൂടുതൽ ഇതായിട്ട് ഞാൻ പറയുന്നില്ല, കാര്യം നിങ്ങൾക്ക് കാണാത്തവർ കാണുമ്പോഴത്തേക്ക് ആ സർപ്രൈസ് എലമെൻറ്റ് പോകാൻ പാടില്ലല്ലോ. അപ്പം കുറച്ചൊക്കെ ഒരു ഏത്തിസമൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ആ റൈറ്റിങ്ങിൻ്റെ ആ ഒരു ഫ്ലോയിൽ വരുന്നതായിരിക്കും, പക്ഷെ അത് അത്ര അങ്ങോട്ട് ഒരു പ്രൊപ്പഗാൻഡ സ്റ്റൈലിലൊന്നുമല്ല, നത്തിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെയൊന്നുമില്ല. കോമഡി എല്ലാം വർക്കൗട്ടായിട്ടുണ്ട്. ഐ ലവ്ഡ് ഇറ്റ്. അപ്പം ഓണത്തിന് എല്ലാവരുമായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു ഉഗ്രൻ സിനിമയാണ് ഹൃദയപൂർവ്വം. ആൻഡ് ലാലേട്ടൻ ഞാൻ പറയുന്ന പോലെ തന്നെ കുറേ നാളായിട്ട് താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ലുക്കായിരുന്നു. അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ട് ട്രിമ്മൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് അസൽ കോമഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ കുടുംബമായിട്ട് പോയി കാണുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.